ഒരു സഫർ 28 ഒരു ബുധനാഴ്ചയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗബാധിതനാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം നഷ്ടപ്പെടും, വീണ്ടും ബോധം വരും, വീണ്ടും ബോധം നഷ്ടപ്പെടും, വീണ്ടും ബോധം വരും. അതാ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് കഴിയുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കഴിയുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലമ തങ്ങൾ രോഗത്തിൽ അല്പം ശമനം തോന്നിയപ്പോൾ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ചുമലിൽ കൈവച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിലേക്ക് അതാ കടന്നു വരികയാണ്. മിമ്പറിലേക്ക് കയറിക്കൊണ്ട് അതാ തന്റെ സ്വഹാബത്തിനോട് സംസാരിക്കുകയാണ്. സ്വഹാബാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ എന്റെ ഭാഗത്ത് നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിൽ സ്വഹാബാ, ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഒന്നുകിൽ നിങ്ങൾ പ്രതികാരം ചോദിക്കണേ, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് വല്ലാതെ വിഷമിച്ചു പോയവര് കരയാൻ തുടങ്ങി. ഉടൻ തന്നെ സഹാബാക്കളിൽ നിന്ന്, സദസ്സിൽ നിന്ന് ഒരു സഹാബി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, സയ്യിദുനാ ഉകാശ റളിയല്ലാഹു തആല എഴുന്നേറ്റുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഒരു യുദ്ധത്തിൽ സൈന്യത്തെ അണിനിരത്തുന്നതിന്റെ ഇടയിലായി വയറുകൊണ്ടൊരൽപ്പം മുന്തിരുന്നു എന്ന കാരണത്താൽ അങ്ങന്റെ വയറ്റത്ത് വടിവെച്ച് കുത്തിയിട്ടുണ്ട് നബിയേ, അതിനെനിക്കങ്ങയോട് പ്രതികാരം ചോദിക്കണം നബിയേ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. സ്വഹാബത്ത് അമ്പരന്ന് പോയി. ഫിറാശുൽ മൗത്തിൽ കഴിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ഒരു പ്രതികാരമോ ഉമർ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേറ്റു. ഉമറേ, ഇരിക്കവിടെ, എനിക്ക് തീരാനുള്ളത് മുഴുവനും ഇവിടെ തീരണം. അതാ സദസ്സിൽ ഒരു സൂചി ഇട്ടാൽ കേൾക്കാം അത്രമാത്രം നിശബ്ദത. എല്ലാവരും ഇങ്ങനെ കണ്ണും നട്ടിരിക്കുമ്പോഴ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് മഹാനായ സയ്യിദുനാ ഉകാശ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അവിടുന്ന് പറയുകയാണ്, അല്ലയോ നബിയേ, അന്ന് എന്റെ വയറിന്റെ ഭാഗത്ത് വടിവെച്ച് കുത്തുന്ന സമയം എന്റെ വയറ്റത്ത് വസ്ത്രമില്ലായിരുന്നു നബിയേ, അതുകൊണ്ട് അങ്ങയുടെ വയറിന്റെ ഭാഗത്തും വസ്ത്രമുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ റുമ്മാൻ പഴം പോലെ ചുവന്നു തുടുത്ത പരിശുദ്ധമായ നബുവത്തിന്റെ ഭൂമേനിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വസ്ത്രം ഉയർത്തിയപ്പോൾ പ്രവാചക സ്നേഹം നിർഗളിക്കുന്ന ആശിഖേ റസൂൽ സയ്യിദുനാ ഉകാശ റളിയല്ലാഹു തആല അൻഹു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റത്തതാ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്തുകൊണ്ട് പറയുക, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കലും അങ്ങയോട് പ്രതികാരം ചോദിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവസാനമായി അങ്ങയുടെ അധരങ്ങളിൽ നിന്ന്, അങ്ങയുടെ പരിശുദ്ധമായ ഭൂമേനിയിൽ എന്റെ അധരം കൊണ്ടൊരു ചുംബനം അർപ്പിക്കാനുള്ള അടങ്ങാനാകാത്ത ആഗ്രഹമാണ് മുസ്തഫ. അവിടുത്തെ വയറ്റത്ത് ഒരു ഒന്നം വെക്കാനുള്ള വല്ലാത്ത ആഗ്രഹം ഈ ഇക്കാശ തയ്യാറായതാണെന്ന് പറഞ്ഞ് അവിടുത്തെ വയറ്റത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുന്നു. സയ്യിദുനാ ഉകാശ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് പോയി. അതാ രോഗം മൂർച്ഛിക്കാൻ തുടങ്ങി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വാവിട്ട് കരഞ്ഞു, വാ കറുബ അബതാ കറുബ അബതാ വാ കറുബ അബതാ.
അലങ്കാര ബീവി മൂലമാണിന്നാളിലെ പുകനിസ്ഥിരസ്ഥാനവും നവതാളിലെ പുണ്യാലയം ബ്രഹ്മാണമകിലപ്പാളിലെ കുമാരിനി ബി ഫാത്തിമ റളിയല്ലാഹു അൻഹാ സദം സങ്കോചവർണ്ണിനി ചാരരൂപിണിയെ ഗുണവ സകലേ പിതാവാദാമിനാദി നിവാരണം സമ്പൂർണ്ണ സിദ്ധ പ്രാർത്ഥന സ്വീകരണവ സാദിത്യ സകുനീ ഫാത്തിമ റളിയല്ലാഹു അൻഹാ സദം ഭഗിയ പ്രിയ പ്രകാശ സൽ പ്രഭുത്വാഹ മഹിമാ സുഭാവ സുഗന്ധ കോമളഗേഹ മഹിസാമ്യ ചിത്ര തൽജയാം സന്ദേഹ മഹിമോ സുവച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹാ സദം സഹ്റാ ബതൂലീലല്ലാഹ്. ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ഉപ്പാക്ക് വന്ന പ്രയാസമേ പുന്നാര മകളെ തന്റെ അരികിലേക്ക് ചേർത്തണച്ചിട്ട് പറഞ്ഞു, ലാ കറുബ അലാ അബീകി ബഅദൽ യൗം. ഫാത്തിമ, ഇന്നേ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഉപ്പാക്ക് ഒരു പ്രയാസവുമില്ല മോളെ. അതാ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ഖദ് ജാഅ അസ്റായീലു ഖാല ലി അഹ്മദി അല്ലാഹു യുഖരിഉക സലാമൽ ഔഫറാ. മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം ഒന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അങ്ങേക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, അജിതനി സായിറൻ ഖാബിദാ. മലക്കുൽ മൗത്ത്, നീ വെറുതെ വന്നതാണോ അതോ എന്റെ റൂഹിനെ പിടിക്കാൻ വന്നതാണോ? വല്ലാഹു അർസലനി ഇലൈക വഖാല ലി ഫീ ഖബ്ദി റൂഹിക യാ മുഹമ്മദു സായിറാ. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹ് എന്നോട് പറഞ്ഞു നബിയേ എന്ന് പറഞ്ഞപ്പോൾ സഖതൻ നബിയു വലം യറുദ്ദ ജവാബഹു ഹത്താ ദഹാ ഫീ അംദിഹി തഫക്കുറാ. കുറെ സമയത്തേക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. കുറെ കഴിഞ്ഞപ്പോ പറഞ്ഞു, മലക്കുൽ മൗത്ത്, എന്റെ റൂഹിനെ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് വിരോധമില്ല, പക്ഷെ എന്റെ കൂട്ടുകാരനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ എനിക്കൊന്ന് കാണണം. മലക്കുൽ മൗത്ത് പോയി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ കേൾക്കണേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചത്, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാം, എന്റെ റൂഹിനെ പിടിക്കുന്നതുകൊണ്ട് എനിക്കൊരു വിരോധവുമില്ല, പക്ഷേ എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ കാര്യം ആരാണ് ഏറ്റെടുക്കുക ജിബ്രീൽ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോയി. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യം അല്ലാഹ് ഏറ്റെടുത്തിരിക്കുന്നു. അതാ റൂഹിനെ പിടിക്കാൻ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം വരികയാണ്. കൂടെ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ ഒരു റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ മാസം ചരിത്രപരമായി തിരുപ്പിറവി മാത്രമല്ല, അവിടുത്തെ വഫാത്ത് സംഭവിച്ച മാസമാണ്. അവിടുത്തെ ജീവിതത്തിന്റെ നാഴികക്കല്ലായ ഹിജ്റ സംഭവിച്ച മാസമാണ്. അവിടുത്തേക്ക് നുബുവത്ത് കിട്ടിയ മാസവും റബീഉൽ അവ്വൽ തന്നെയാണ്. അവിടുത്തെ പരിശുദ്ധമായ നുബുവത്തിന്റെ ഭൂമേനയിൽ നിന്ന് പെരുവിരൽ മുതൽ റൂഹിനെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ റൊമ്മാൻ പഴം പോലെ ചുവന്നു തൊടുത്ത പരിശുദ്ധമായ നുബുവത്തിന്റെ വദനം, നുബുവത്തിന്റെ പൂമുഖം പെട്ടെന്ന് വിവർണമായി.
ഇത് കണ്ടുനിന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പെട്ടെന്ന് മുഖം തിരിച്ചു. ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, എന്റെ മുഖത്ത് നോക്കാനുള്ള വെറുപ്പ് കൊണ്ടാണോ ജിബ്രീലേ നീ മുഖം തിരിച്ചു കളയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഇല്ല നബിയേ, ഒരിക്കലുമല്ല. അങ്ങയുടെ പരിശുദ്ധമായ നബുവത്തിന്റെ വദനം എല്ലാ ദിവസവും കാണുന്ന ഈ ജിബ്രീലിനെ പെട്ടെന്ന് അവിടുത്തെ മുഖത്ത് റൂഹിനെ പിടിക്കുന്ന സമയം കണ്ട വ്യത്യാസം അത് കാണാൻ, അത് താങ്ങാൻ ഈ ജിബ്രീലിന് സാധ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ മുഖം തിരിച്ചു. കാരുണ്യത്തിന്റെ കടലായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഉറക്കപ്പറ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖറബുൽ അംലാക്കിനോട് മലക്കുൽ മൗത്തിനോട് ചോദിക്കുകയാണല്ലയോ മലക്കുൽ മൗത്തേ, എന്റെ ഉമ്മത്തിന്റെ റൂഹിനെയും നീ ഇപ്രകാരമാണോ പിടിക്കുന്നത്? മലക്കുൽ മൗത്ത് അലൈഹിസ്സലാം പറഞ്ഞു, ലോകത്തിൽ റൂഹിനെ പിടിക്കുന്നതിൽ ഏറ്റവും നേർമയായ രീതിയിലാണ് അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത്. വെണ്ണയിലൂടെ നൂലിട്ട് വലിച്ചാൽ എത്രമാത്രം ലഘുവാണോ അതിനേക്കാൾ മാർദ്ദവമായ രീതിയിലാണ് അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത്. അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് പച്ച മാംസത്തിലിട്ട് മുള്ള് കൊക്കകളിട്ട് വലിച്ചാൽ എത്രയോ പ്രയാസകരമാണോ അതിനേക്കാൾ എത്രയോ പ്രയാസകരമായിട്ടാണ് അങ്ങയുടെ റൂഹിനെ പിടിക്കുക എന്ന് പറഞ്ഞപ്പോൾ കാരുണ്യത്തിന്റെ കടലായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ മലക്കുൽ മൗത്ത് അലൈഹിസ്സലാമിനോട് പറയാ, എങ്കിൽ മലക്കുൽ മൗത്ത്, എന്റെ ഉമ്മത്തിന്റെ മുഴുവനും റൂഹിനെ പിടിക്കുന്ന വേദന എന്റെ റൂഹിനെ പിടിക്കുന്നതിലാക്കിയിട്ട് എന്റെ ഉമ്മത്തിന്റെ റൂഹിനെ പിടിക്കുന്ന വേദന നീ ലഘൂകരിച്ചു കൊടുക്കണേ അസ്റായീൽ. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, യാ സഹാബാ, ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി ലസകറാത്ത്, ഇന്നലിൽ മൗതി സഹാബത്തെ, സക്കറാത്തിന് വല്ലാത്ത വേദനയാണ് സഹാബ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹുമ്മ ഇന്നക തഅഖുദു റൂഹ മിൻ ബൈനിൽ അസബി വൽ ഖസബി വൽ അനാമിൽ. അല്ലാഹുവേ, മജ്ജയിലൂടെ മാംസയിലൂടെ നഖങ്ങൾക്കിടയിലൂടെ റൂഹിനെ പിടിക്കുന്ന അല്ലാഹ്, اللهم هون على محمد سكرات الموت. അല്ലാഹുവേ, ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ സക്കറാത്തിന്റെ വേദന നീ ലഘൂകരിച്ച് തരണേ അല്ലാഹ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ആകാശം കരഞ്ഞു, ഭൂമി കരഞ്ഞു. ലോകം കണ്ടതിൽ ഏറ്റവും ദുഃഖകരമായ ദിവസം അഷ്റഫുൽ ഖൽഖിന് ഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടി കരഞ്ഞല്ലോ. ആകാശം കരഞ്ഞു, ഭൂമി കരഞ്ഞു. സഹാബത്തിന് മിണ്ടാട്ടം നിന്നുപോയി. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി ആരെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് വഫാത്ത എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാവിട്ട് കരഞ്ഞു, വാ മുഹമ്മദാ, വാ നബിയാ, വാ ഹബീബാ, يا ليتني لم تلدني
എന്റെ മുഹമ്മദ് നബിയെ എന്നോട് വിട്ട് വിട പറഞ്ഞു പോയോ നബിയെ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കിത് താങ്ങാണ്ട ഒരവസ്ഥയുണ്ടാകുമായിരുന്നില്ലല്ലോ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു എത്രമാത്രം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചിരുന്നുവെന്ന് ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് പറഞ്ഞതോടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീന വിട്ടു. മദീനയെ വിട്ടുപോയി. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഒരു മദീന അത് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ചിന്തിക്കാൻ സാധ്യമല്ല. കാതങ്ങൾക്കകലെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പോയി താമസമായി. 2 വർഷങ്ങൾ പിന്നിട്ടപ്പോഴാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ബിലാലേ എന്നെ മറന്നോ ബിലാൽ? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉടൻ തന്നെ അതാ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറയിലേക്ക് വന്ന്, ഖുദ് ബിയദി യാ റസൂലല്ലാഹ് അഗ്സിനി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത മദീനയിൽ വന്നപ്പോൾ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ വന്നുകൊണ്ട് പറഞ്ഞു, ബിലാലെ ഒന്ന് ബാങ്ക് കൊടുക്കുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സമ്മതിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു സമ്മതിച്ചില്ല. അവസാനമായിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞപ്പോഴാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ. അവിടെ എത്തിയപ്പോൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു മദീന മദീനയാകെ കിടുകിട വിറക്കാൻ തുടങ്ങി. വീടിന്റെ അകത്തളത്തിലുള്ള സ്ത്രീകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി. അവരെല്ലാവരും അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു വന്നോ എന്ന് വിചാരിച്ചു പോയി. മദീനയാകെ പ്രകമ്പനം കൊണ്ട ദിവസം ബിലാൽ റളിയല്ലാഹു തആല അൻഹു അവിടെ ബോധരഹിതനായി വീണി മണി നിർത്തുകയാണ്. മണി മൂത്ത് റസൂലിന്റെ വിയോഗത്തിന് സമയത്ത് ഒളിവർ പൂബിലാലെന്ന് തകർന്നു തേങ്ങി. പുണ്യ മദീനക്ക് വിട നൽകി പുണ്യ മദീനക്ക് വിട നൽകി നടന്നു നീങ്ങി. ചെറുപാണ്ഡം ചുമടേന്തി മിഴിനീരിൻ പുഴ നീന്തി മദീനത്തെ മണൽ പോലും അരുതെന്നോതി. വ്യഥയാൽ അസ്ഹാബും മനം പൊട്ടി കരഞ്ഞു തേങ്ങി. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ബഹുമാനമുള്ള സഹോദരന്മാർ, ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആഖിറു മാ വസാ ബിഹി നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാത്തു ഖിസാൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അവിടുത്തെ ഹത്താ തലജല ലിസാനുഹു, നാവ് കുടഞ്ഞു, സംസാരം ഒതുങ്ങി. അവസാനമായി ലോകത്തോട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞത്. ഒന്നാമത്തേത് ഉമ്മത്തി അസ്സലാ. എന്റെ സമുദായമേ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ വീഴ്ച വരുത്തല്ല. ഒരു വക്ത് നിസ്കാരം പോലും ഖളാഅല്ല. ഒരു ഇമാമും ജമാഅത്തും നിങ്ങൾ കളയല്ല. കൃത്യമായി നിസ്കരിക്കണേ. രണ്ടാമതായിട്ട് പറഞ്ഞു, നിങ്ങളുടെ കടയിൽ, നിങ്ങളുടെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കുന്നതായ ജോലിക്കാരെ അവരെ നിങ്ങൾ ഒപ്പമിരുത്തി ഭക്ഷണം കൊടുക്കണേ. അവർക്ക് ഭാരമേറിയ പണി നിങ്ങൾ നൽകല്ലേ. അവരോട് നല്ല രീതിയിൽ നിങ്ങൾ പെരുമാറണേ. മൂന്നാമതായിട്ട് പറഞ്ഞത്, ഉമ്മമാരെ, അല്ലാഹ
ഫിന്നിസാ. നിങ്ങളുടെ കുടുംബിനികളുടെ കാര്യത്തില്, നിങ്ങളുടെ ഉമ്മമാരുടെ കാര്യത്തില്, നിങ്ങളുടെ സഹോദരിമാരുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ. അവരുടെ കണ്ണ് കലങ്ങാൻ പാടില്ല, അവരെ വേദനിപ്പിക്കാൻ പാടില്ല, അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തില് അല്ലാഹുവിനെ ഭയപ്പെടണേ എന്ന് ലോകത്തോട് അവസാനമായി പറഞ്ഞ ഒരേ ഒരു നേതാവ് ആമിന ബീവിന്റെ മുത്തുമോൻ മുഹമ്മദ് മുസ്തഫ. അപ്പൊ അതുകൊണ്ട് ഈ പരിശുദ്ധമായ പരിപാടിയെല്ലാം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു സുന്നത്തിനെ പൂർണ്ണമായും അനുഭാവം ചെയ്യാനും ഫീ ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി ഫതതബഅന്ന വ താബിഅൻ ലാ തഅദില. അനക്കത്തിലും മടക്കത്തിലും അവരുടെ എല്ലാ മേഖലകളിലും പൂർണ്ണമായിട്ട് ഇത്തിബാഉൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തീരണം. അതോടുകൂടെ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ ദിവസത്തിൽ ഒരു ഹിക്കായത്തെങ്കിലും ഞങ്ങൾ പരിശുദ്ധമായ മൗലിദ് ഓതുന്നവരാകണം, സ്വലാത്ത് വർദ്ധിക്കുന്നവരാകണം. ഇതൊക്കെ നമുക്ക് നാളെ നാം ഈ ലോകത്തോട് വിട പറയുന്ന സന്ദർഭത്തില് നമ്മുടെ റൂഹിനെ പിടിക്കുന്ന സമയം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ അരികിൽ ഉണ്ടാകും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സംഭവമുണ്ട്, ഞാൻ പറയാൻ സമയമില്ല. ഇബ്നുൽ ജൗസി തങ്ങൾ പറയുന്ന ഒരു സംഭവമുണ്ട്.